സ്തുതിയുടെ മധ്യത്തിൽ വസിക്കുന്നതിനായ ദൈവമേ, അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് നൽകി തന്നതിനാൽ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ എല്ലാവരും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാല കർത്താവേ, ഇന്ന് സൺഡേ ഞങ്ങൾ ആചരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന വിഭജനങ്ങളെയും മറ്റെല്ലാവരും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ആത്മാവായിരിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിച്ച് ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. ഈ ശുശ്രൂഷ ആത്മാവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നയിക്കുകയും മഹത്വം അങ്ങെടുക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമഹത്വത്തിനായി ഗീതം 348 ഗീതം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മരണമില്ലാത്തവനെ നീ
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രങ്ങൾ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുവാർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ മാത്രമായി ഏറ്റുപറയുന്നതിലും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോട് കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുമെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയാൽ നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നു അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്ക് ഉള്ളത്. നമുക്ക് മുട്ടു ബുദ്ധിമൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും മനഃപൂർവ്വമായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. തൻ്റെ ലംഘനങ്ങളെ മറക്കി വിശ്വം വരുന്നില്ല. അതിനേറ്റു പറഞ്ഞ് വീഴ്ചക്കാതെ ലഭിക്കുന്നു. നമുക്ക് പൂർണ്ണമായി ദൈവത്തിൻ്റെ കണ്ണിലും തൊഴിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പാവങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ഒന്നാമത്തെ ഭാവസ്വയം പ്രാർത്ഥന. ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. എല്ലാവർക്കും ഇരിക്കാം. സർവശക്തത്തിന് ആധീനത്തിന് മാറ്റം ഉണ്ടാകട്ടെ. ഇന്ന് കൊറോണയുടെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരാൻ സാധിച്ചില്ലെങ്കിൽ മഹാടവ ഇന്ന് വിഭജന ഞായറാഴ്ചയായിട്ട് ആചരിക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ യുവജനങ്ങൾ
ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാഠങ്ങൾ വായിക്കുകയും തിരുവചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് യുവജനങ്ങളായിരിക്കും. ദൈവവചനം നമുക്ക് പങ്കുവയ്ക്കുന്നത് ഷാരോൺ എലിസബത്ത് റോയ്, ഡോറി സാറിൻ്റെ മകളാണ്. പ്രിയ മകളെയും പ്രത്യേകം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയിൽ സഹായിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തേക്കുള്ള തിരുവചന ഭാഗങ്ങൾ വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഷിനാർ ദേശത്ത് സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടികക്കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക. നമുക്കൊരു ഗോപുരമുണ്ടാക്കൂ എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കി കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലങ്ങ് ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളയുകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ഇവിടെ 1-ാം ഭാഗം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 51. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കോണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബലത്തു പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വിളിക്കേണ്ടതിന് എന്നെ കഴുകണമേ. എന്റെ പാപങ്ങളെ കാണാതെ വേണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് നിന്ന് എടുക്കുകയുമരുതേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നികരയ്ക്ക് മനം തിരിയും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായു നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ദൈവത്തിന്റെ ഹനനയാകത്ത് തകർന്നിരിക്കുന്ന മനസ്സും തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല.
നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവ്വഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി നോവോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഇവിടെ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠഭാഗം ആശംസിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള ദൈവത്തിന്റെ വചനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള ദൈവത്തിന്റെ വചനം കേൾപ്പിൻ. സബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തെരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. നാം കേട്ടത് സുവിശേഷം ആകുന്നു. കീർത്തനം 294. ഈ പാട്ടിന് ശേഷം ദൈവവചനം കേൾക്കാം. എലിസബത്താൽ ഇന്ന് നമ്മളോട് വചനം സംസാരിക്കുന്നത് പ്രത്യേകമായി വീണ്ടും സ്വാഗതം ചെയ്യും.
യുവജന ഞായറായി ആചരിക്കാൻ ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. മഹാമാരിയുടെ നടുവിലും ആത്മീയതയിൽ ഉറച്ചു നിൽപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ വചനം സംസാരിക്കുന്ന അടിയനെയും ശ്രവിക്കുന്ന ഞങ്ങളെ ഏവരെയും തൃക്കരം നീട്ടി അനുഗ്രഹിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ഞായറാഴ്ച കൂടി നമ്മളേവരും യുവജന ഞായറായി ആചരിക്കുകയാണെന്ന് ഈ ഒരു സാഹചര്യത്തിലും ഒരു യുവജന ഞായർ കൂടി ആചരിപ്പാനും കൊണ്ടാടുവാനും നമുക്ക് ദൈവം നൽകിയ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആദ്യമായി ഈസ്റ്റ് കേരള മഹായിടവക യൂത്ത് സൺഡേക്കുള്ള ആശംസകൾ രഹിച്ചുകൊണ്ടുള്ള തിരുമേനിയുടെ കത്ത് വായിക്കാം. കർത്താവിൽ പ്രിയ യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. 2020 എന്ന പുതുവർഷത്തിന്റെ ആരംഭത്തിൽ വളരെ സുന്ദരങ്ങളായ സങ്കല്പങ്ങളും വിചാരങ്ങളും പദ്ധതികളുമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം അപ്രതീക്ഷിതമായ രീതിയിൽ തകിടം മറിയുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഭക്ഷണത്തിനും അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് സാമ്പത്തികവും വരുമാന മാർഗവും ഉള്ളവർക്ക് COVID-19 പ്രതിസന്ധി വേഗത്തിൽ ബാധിക്കുകയില്ലായിരിക്കാം. പക്ഷേ ഈ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക്, അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അന്നന്ന് അധ്വാനിക്കേണ്ടി വരുന്നവർക്ക് ഈ കാലഘട്ടം വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. മഹാമാരികൾക്ക് ശേഷമുള്ള കാലം എപ്പോഴും വ്യത്യസ്തമായിരിക്കും. COVID-19 ശേഷമുള്ള കാലഘട്ടവും തികച്ചും ഭിന്നമായിരിക്കും എന്നതിന് സംശയമില്ല. അപ്പോൾ തികച്ചും ഭിന്നമായ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലേക്കും ലോകക്രമത്തിലേക്കും നാം പോകേണ്ടിയിരിക്കുന്നു. അതിനു പുറമെ നാം ഒരുങ്ങുന്നതിന് മുൻപേ അകമേ നാം ഒരുങ്ങണം. ആന്തരികമായി നാം ഒരുങ്ങണം. ആത്മീകമായി നാം ഒരുങ്ങണം. നമ്മെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തീയ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീക ഒരുക്കത്തിന്റെ അടിസ്ഥാനം ദൈവവും വിശുദ്ധ വേദപുസ്തകവുമാണ്. യുവജനതയെ നിങ്ങളുടെ ദൈവത്തോട് ചേർന്നുള്ള ആത്മീകത ഈ കോവിഡ് കാലത്തെ അതിജീവിക്കുവാനും കോവിഡ് അനന്തര വ്യത്യസ്ത ലോകത്ത് പുത്തൻ പടവുകൾ കെട്ടിപ്പടുക്കുവാനും ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. യൂത്ത് സൺഡേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ റൈറ്റ് റെവറൻഡ് D.S. ഫ്രാൻസിസ് ബിഷപ്പ്. ഈ വർഷത്തെ യുവജന ഞായറായി ആചരിക്കുമ്പോൾ ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന വിഷയം കൊറോണയുടെ പശ്ചാത്തലത്തിൽ യുവതലമുറയും നവ ആത്മീയതയും എന്നതാണ്. വളരെ സമകാലികമായ ഒരു വിഷയം തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ ലഭിച്ചിരിക്കുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിലുള്ള യുവതലമുറയും നവ ആത്മീയതയും. നമുക്ക് ഏവർക്കും അറിയാം, COVID-19 എന്നത് നമ്മൾ എത്രയോ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന്. ഏകദേശം മാർച്ച് മാസത്തോടെയാണ് COVID-19 എന്ന രോഗത്തിന്റെ ഒരു തീവ്രതയും അത് ഇത്രയും അധികം സ്പ്രെഡാകും, ലോകം മുഴുവനും ഇത്രത്തോളം വ്യാപകമാകുന്ന ഒരു വൈറസ് ആയിരുന്നു ഇത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നതും അതിനുവേണ്ടി എങ്ങനെ അതിനെ അതിജീവിക്കാം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതും ഏകദേശം ഒരു മാർച്ച് മാസത്തോടെയാണ്. അതായത് ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞു നമ്മൾ അതിനായിട്ടുള്ള അതിജീവന പാതയിൽ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയിട്ട്. ഈ ഒരു മഹാവ്യാധിയുടെ കാലത്ത് എന്താണ് യുവജനങ്ങൾ എന്ന നിലയിൽ സാമൂഹികവും ആത്മീയവുമായ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ്? ആ ഒരു ഉത്തരവാദിത്വ ബോധത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ അടങ്ങുന്ന യുവതലമുറയിൽ നോക്കുമ്പോൾ ആദ്യമായാണ് ഇത്തരം ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ നേരിടേണ്ടി വരുന്നത്. മാസ്ക് ധരിക്കുന്നതിനും സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതിനും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതും മാത്രമാണോ സാമൂഹികമായി നോക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം മഹാമാരി നമ്മുടെ ബൈബിളിൽ തന്നെ നോക്കുമ്പോൾ ഇത് ആദ്യമായുള്ളൊരു സംഭവമല്ല. പഴയ നിയമത്തിലും പല വേദഭാഗങ്ങളിലും മഹാമാരികളും പകർച്ചവ്യാധികളും നേരിട്ടതായും അതിനെ തരണം ചെയ്തതായും നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം മഹാമാരി ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നോഹയുടെ കാലത്തെ പ്രളയം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന നോഹയുടെ കാലത്തെ പ്രളയം ഇത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. അത് ലോകം മുഴുവൻ ബാധിച്ച ഒരു പ്രളയം തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും വിശ്വാസം എന്നൊരു റിയാക്ഷനിലൂടെയാണ് അതിനെ അതിജീവിക്കുവാൻ നോഹയ്ക്ക് സാധിച്ചത്. അത് മനുഷ്യജീവി മാത്രമല്ല, സകല ചരാചരങ്ങളെയും ലോകത്തുള്ള സകല ജീവജാലങ്ങളെയും ഒരുപോലെ ബാധിച്ച ഒരു പ്രളയമായിരുന്നു നോഹയുടെ കാലത്തുണ്ടായിരുന്ന പ്രളയം. അതുപോലെ ഇക്കാലത്തും നമ്മൾ ഇത്രയും മാസം ലോകം മുഴുവൻ എവിടെ നിന്ന് ആരംഭിച്ചു അത് ആ രാജ്യങ്ങളിൽ മാത്രമല്ല നിലനിൽക്കുന്നത്. ലോകം മുഴുവൻ
സ്പ്രെഡ് ആയിക്കൊണ്ടുന്ന രീതിയിൽ ലോകം മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് COVID-19. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ക്രൈസ്തവ സഭ പിടിച്ചിരുന്നത് വിശ്വാസം എന്ന പ്രതികരണത്തിലൂടെ മാത്രമാണ്. സത്യത്തിൽ പകച്ചു നിൽക്കുന്ന ഒരു സഭയല്ല സമൂഹം ഈ ഒരു സമയത്ത് നോക്കിക്കാണേണ്ടത്. പകരം ഒരു സഭ യഥാർത്ഥത്തിൽ സഭയായി തീരുന്നതും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എന്ന വസ്തുതയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നത് വളരെ സുപരിചിതമായ ഒരു ടേമാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു COVID-19 പ്രതിസന്ധിയിരിക്കുമ്പോൾ. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുമ്പോൾ അത് ആത്മീയ തലത്തേക്ക് ബന്ധിപ്പിച്ച് നോക്കിയാൽ നമുക്ക് സ്പിരിച്വൽ ഡിസ്റ്റൻസിങ് എന്നൊരു ടേം നമുക്ക് ലഭ്യമാകും. സ്പിരിച്വൽ ഡിസ്റ്റൻസിങ് എന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ന്യൂ നോർമൽ ലൈഫിലേക്കാണ്. ഉദാഹരണം എന്നതിനുമപ്പുറം മാർച്ച് മാസത്തിന് മുൻപുള്ള കാലവും നമ്മുടെ ജീവിതശൈലിയും മാർച്ച് മാസത്തിന് ശേഷം നമ്മുടെ ജീവിതശൈലി എങ്ങനെയാണ് മാറിയത് എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ന്യൂ നോർമൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു മാറ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദിവസവും രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളില്ല, ദിവസവും രാവിലെ എല്ലാവരും ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമല്ല, പൊതുപരിപാടികൾ, പൊതുവേദികൾ ഇവയൊന്നും ഇപ്പോൾ പഴയ പോലെ കാണുന്നില്ല. പഴയ പോലെ എല്ലാവരും എല്ലാ കാര്യത്തോടും ഓടി എത്തുന്നില്ല. എല്ലാവരും വീടുകളിൽ തന്നെ മാക്സിമം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും പുറത്തോട്ട് പോകാതെ വീടുകളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന, പുറത്തോട്ട് എവിടെയും പോകാതെ സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു ന്യൂ നോർമൽ ലൈഫിൽ മാറ്റങ്ങൾ വരുമ്പോൾ, മാറ്റങ്ങൾ സ്വാഭാവികമാണ്, മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും സ്പിരിച്വൽ ഡിസ്റ്റൻസിലേക്ക് ഇത് നയിക്കുന്നുണ്ടോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ ഈ ഒരു പുതിയ മാറ്റത്തിലോട്ട് വരുമ്പോൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും പഴയ പോലെ തന്നെയാണോ, അതോ അതിനും ഒരു ഡിസ്റ്റൻസിങ് അവിടെ വന്നുപോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ ദിവസവും ഒരുപക്ഷെ ബൈബിൾ വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണോ നമ്മളെപ്പോഴും മുൻപോട്ട് പോകുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും ചിന്തിച്ച് ഒരിക്കലും ഒരു സ്പിരിച്വൽ ഡിസ്റ്റൻസിലേക്ക് നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കണക്റ്റഡ് ആയി പോകരുത് എന്ന കാര്യം നമ്മളേവരും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളേവരും അത് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. നമ്മുടെ വിഷയത്തിലോട്ട് തന്നെ തിരിഞ്ഞു വരുമ്പോൾ നവ ആത്മീയതയുടെ അനിവാര്യത, അതിനെപ്പറ്റിയും സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണമായി നമ്മുടെ വേദഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അവിടെ തിരുവചനത്തിൽ പറയുന്നത് ബാബേൽ ഗോപുരത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചാണ്. അതായത് പാലായനം ചെയ്തു വരുന്ന, ആ 1-ാം പാഠത്തിൽ വായിച്ചത്, പാലായനം ചെയ്തു വരുന്ന ഒരു സമൂഹം അവർക്ക് പാർക്കുവാനും താമസിക്കാനുള്ള ഒരു പട്ടണം കെട്ടിപ്പടുക്കുകയാണ്. അപ്പോൾ ഒരു സമഭൂമി കണ്ടെത്തി ആ സമഭൂമിയിൽ നമുക്കൊരു പട്ടണം പാർക്കാം, നമുക്കിവിടെ പണിയാം എന്ന് അവർ പറയുന്നു. അങ്ങനെ അവരത് തീരുമാനിച്ച് ആ പാർക്കുന്നതിനുള്ള കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗത്തോളം ഉയരുന്ന ഒരു ഗോപുരം നമുക്ക് പണിയാമെന്ന്. ആ വേദഭാഗത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തോളം ഉയരുന്ന ഒരു ഗോപുരം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ വിശ്വാസം അനുസരിച്ച് സ്വർഗം എന്നത് സൃഷ്ടാവായ ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അപ്പോൾ സൃഷ്ടാവായ ദൈവം, നമ്മളെ എല്ലാവരും സൃഷ്ടാവായ ദൈവത്തിന്റെ വാസസ്ഥലത്തോളം ഉയർന്ന, അതിനോട് സമാനമായ രീതിയിലുള്ള ഒരു ഗോപുരം അല്ലെങ്കിൽ ഒരു പാർപ്പിടം നമുക്ക് പണിയാം എന്നതാണ് മനുഷ്യൻ അവിടെ ആഗ്രഹിക്കുന്നതും അവിടെ പറയുന്നതും. ദൈവത്തോട് സമാനമായ രീതിയിലേക്ക് ചിന്തിക്കാനുള്ളൊരു വ്യഗ്രത അവിടെ ഉൽപ്പത്തി പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ആദിമ മനുഷ്യനോട് എന്ന വണ്ണം ഇവിടെ മനുഷ്യന് അവന്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുകയും ദൈവം നിശ്ചയിച്ച പരിധി എത്രയെന്നറിയാതെ അതിനെ ലംഘിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ സാഹചര്യത്തിലോട്ട് നോക്കുമ്പോൾ ആണെങ്കിൽ കൂടിയും ശാസ്ത്രപരമായും സാങ്കേതികപരമായും വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതോടൊപ്പം സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടിയാവായ ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിയാതെ പോലും, ഒരു പക്ഷേ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഇതിന്റെയൊക്കെ ലിമിറ്റേഷൻസ് എത്ര, അല്ലെങ്കിൽ ഇതിന് എത്രത്തോളം ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് തിരിച്ചറിയാതെ സൃഷ്ടാവായ ദൈവത്തോട് സമമാകുവാൻ ഏതെങ്കിലും കണ്ടുപിടുത്തം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മനുഷ്യൻ ജന്മന ദൈവം നൽകിയ വിവേചന ബുദ്ധി ഉപയോഗിച്ച് നന്മയും തിന്മയും തിരിച്ചറിയുവാൻ പരാജയപ്പെടുന്ന ഒരവസ്ഥയും കാണുന്നു. ഓരോ പുതിയ കണ്ടുപിടുത്തത്തിലും അത് എന്തിനു വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പരിണത ഫലം എത്രത്തോളമായിരിക്കാം, എത്രത്തോളം വ്യാപകമായിരിക്കാം എന്നത് ചിന്തിക്കേണ്ടത് നിർമ്മിക്കുന്ന മനുഷ്യന്റെ ബാധ്യസ്ഥത തന്നെയാണ്. എന്നാൽ പോലും അത് പലപ്പോഴും പൂർണ്ണമായി സംഭവിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഈ COVID-19 എന്ന വൈറസിന്റെ ഉത്ഭവവും മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിന്റെ ഒരു പരിണത ഫലം തന്നെയല്ലേ?
ഒരിക്കലും ഒരു മനുഷ്യന്റെ തന്നെ കൈകൾ അതിന്റെ പുറകിൽ ഉള്ളതുകൊണ്ടാണല്ലോ COVID-19 എന്ന വൈറസ് ഇത്രയും വ്യാപകമായതും. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും അവിടെയും പുറകിൽ മനുഷ്യന്റെ കയ്യൊപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ദൈവമല്ല, അല്ലെങ്കിൽ ദൈവം കോപിക്കുന്നതോ ദൈവത്തിൻ്റെതായ ഒരു കാര്യവുമല്ല ഇതിലോട്ടൊന്നും നയിക്കുന്നത്. പകരം എല്ലാത്തിൻ്റെയും പുറകിൽ നോക്കിയാൽ മനുഷ്യന്റെ കൈകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ ദൈവം നമ്മളോട് സംവദിക്കുന്നതും നിശബ്ദതയിലൂടെയാണ്. കാരണം പല മനുഷ്യരിൽ തന്നെ ദൈവം ഇതൊന്നും കാണുന്നില്ലേ, ദൈവം ഇതിനൊന്നും പ്രവർത്തിക്കുന്നില്ലേ, പ്രവർത്തനരഹിതനാണോ ദൈവം എന്ന ചിന്തയും പല മനുഷ്യർക്കും വരാറുണ്ട്. അതിലോട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്കും പദ്ധതികൾക്കും ഒത്തവണ്ണം ദൈവത്തെ മാറ്റുവാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അടുപ്പത്തെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാത്രം കൊണ്ടു നടക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ ദൈവം അപ്രത്യക്ഷനും പല കാര്യങ്ങളിലും പ്രവർത്തനരഹിതനുമായിരിക്കാം. പക്ഷേ ദൈവഹിതം എന്ത് എന്ന് മനസ്സിലാക്കി, ദൈവഹിതം എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനായി ജീവിക്കുന്ന, അതിനായി ആത്മാർത്ഥമായി ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവവും വിശ്വാസവും അവന്റെ ജീവന്റെ സ്രോതസ്സുമാണ്. അടിസ്ഥാനപരമായി നമ്മൾ വീക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും ഇടപെടലുകളും ലക്ഷ്യം വയ്ക്കുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. അതുകൊണ്ടാണ് 2-ാം പാഠത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സകല സൃഷ്ടിയും ഈറ്റുനോവോടുകൂടെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. സകല സൃഷ്ടിയും ഈറ്റുനോവോടുകൂടെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗമോ പ്രത്യേക മനുഷ്യരാശിയോ എന്നൊന്നും അവിടെ പറയപ്പെടുന്നില്ല. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ പോലും വ്യക്തിപരമായ രക്ഷയെക്കുറിച്ചല്ല പ്രസ്താവിച്ചിരിക്കുന്നത്, സകല സൃഷ്ടിയുടെയും രക്ഷയെക്കുറിച്ചാണ്. അതും നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. തിരിച്ച് COVID-19 എന്ന വൈറസിന്റെ ഒരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ COVID-19 നമ്മൾ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറയാറുണ്ട്. പോസിറ്റീവ് എന്നാൽ COVID-19 അഫക്റ്റഡ് ആയ ഒരു വ്യക്തി, നെഗറ്റീവ് എന്നാൽ COVID-19 ഇല്ല ഹെൽത്തി ആയ വ്യക്തി. COVID-19 പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കൊണ്ടുവന്നപ്പോൾ അവിടെയും നെഗറ്റീവ്സിനോടൊപ്പം പോസിറ്റീവ്സും വന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക അസ്ഥിരത, രാഷ്ട്രീയ പ്രതിസന്ധികൾ, മനുഷ്യ മരണനിരക്ക്, അത് സൃഷ്ടിക്കുന്ന ഉത്കണ്ഠകൾ എന്നത് ഒരു വശത്തെ നെഗറ്റീവായി വന്നപ്പോഴും പോസിറ്റീവായി നോക്കുമ്പോൾ നമ്മൾ ഏവരും ഒരുപാട് പ്രധാനമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അപ്രധാനമായി നമ്മുടെ കുടുംബത്തിലേക്ക് ഒത്തുചേരുവാനും കുടുംബത്തോടു കൂടി കൂടുതൽ സമയം ചെലവഴിക്കുവാനും സാധിച്ചു. ഒരു പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് മനുഷ്യർ ഓരോരുത്തരും കരുതിയിരുന്ന പല കാര്യങ്ങളും ഒരു വൈറസിന്റെ പ്രസൻസിലൂടെ വളരെ അപ്രധാനമായി പോസ്റ്റ്പോൺ ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ആക്കുകയോ ചെയ്തു വരുന്നൊരു പ്രവണത നമ്മളുണ്ടായി. ഇപ്പോഴും നമ്മൾ അതിനെ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ സർവ്വസൃഷ്ടികളെ നോക്കുവാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തോട് നോക്കുകയാണെങ്കിലും ഒരു പൊല്യൂഷൻ ഫ്രീ ആയ എൻവയോൺമെന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് COVID-19 വന്നത് നല്ലതിന് എന്നൊന്നുമല്ല, നെഗറ്റീവ് സൈഡിനോടൊപ്പമുള്ള ചില പോസിറ്റീവ് സൈഡുകൾ മാത്രം. നമ്മളെല്ലാവരും വീടിനുള്ളിലോട്ട് അടങ്ങിയിരുന്നപ്പോൾ പുറത്തോട്ട് മലിനമാകപ്പെടാതെ മലിനമായി പോയ നദീതടാകങ്ങൾ ശുദ്ധമാകുന്നതും മലിനമാകപ്പെടേണ്ടിയിരുന്ന നമ്മൾ ശ്വസിക്കാനുള്ള വായു, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ്, ഇവയെല്ലാം പ്യുവർ ഓക്സിജൻ അല്ലെങ്കിൽ ശുദ്ധമായ ഓക്സിജൻ കൊണ്ട് നിറയുകയും അങ്ങനെ ആരോഗ്യപരമായി അങ്ങനെ ചില പോസിറ്റീവ് വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ യുവജന തലമുറയും നവ ആത്മീയതയും എന്ന് പറഞ്ഞുവല്ലോ. നവ ആത്മീയതയും ഈ ഒരു നവ ആത്മീയതയെ നമുക്ക് തീർച്ചയായും സ്വീകരിക്കാൻ അല്ലെങ്കിൽ നവ ആത്മീയതയിലോട്ട് നയിക്കുന്ന തരത്തിൽ നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നതും വളരെ പെട്ടെന്ന് സാധിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവമക്കളായ നാം ക്രിസ്തുവിൽ വിമോചിക്കപ്പെട്ട സമൂഹമാണെങ്കിലും അവിടെ യഹൂദനെന്നോ വിജാതീയനെന്നോ ആണോ പെണ്ണോ എന്നുള്ള യാതൊരു വിവേചനവും നമ്മൾ അവിടെ കാണുന്നില്ല. ബന്ധനങ്ങളെ വിച്ഛേദിച്ച് ഒരു നവ ആത്മീയത രൂപപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ട സമൂഹമാണ് നാം. പുതിയ ആത്മീയ തലം എന്നുള്ളത് നവസമവാക്യങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു വേദിയുമാണ്. നവസമവാക്യം എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹം, സമത്വം, സാർവത്രിക സാഹോദര്യം എന്നിവയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്നേഹം, സമത്വം, സാർവത്രിക സാഹോദര്യം, ഇതൊന്നും ഇപ്പോഴും നമ്മൾ മനുഷ്യരുടെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വസ്തുതയും ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. കാരണം നമുക്ക് തന്നെ ഈയിടെ അടുത്തുണ്ടായ കാലിക്കറ്റ് ഫ്ലൈറ്റ്
സാധിച്ചത്. ഒരുപക്ഷെ വലിയൊരു രീതിയിൽ മരണനിരപ്പ് ഉയരാൻ സാധ്യമായിരുന്ന ഒരു അപകടമായിരുന്നെങ്കിലും കൃത്യമായ ഇടപെടലും കൃത്യമായ സാമൂഹ്യ ബോധവും സഹോദര്യ ബോധവും നിലനിന്നിരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ അപകടത്തിൽപ്പെട്ടവരെയാണെങ്കിലും ഉചിത സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുവാനും അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാനും സാധിച്ചത്. അതുപോലെ തന്നെ COVID-19 സമയത്തും നമ്മുടെ ഡോക്ടർമാർ, നഴ്സുമാർക്ക് അതിനുവേണ്ടി വളരെ ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നതും നമുക്ക് പറയാൻ സാധിക്കും. ഡോക്ടർമാർ, നഴ്സുമാർ മാത്രമല്ല, ഗവൺമെന്റും എല്ലാവരും വളരെയധികം അതിനെ ചെറുത്ത് നിൽക്കാൻ ഒരുമയോടെ നിന്നൊരു അവസ്ഥയും നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ പ്രളയത്തിന്റെ അവസ്ഥകളിലാണെങ്കിലും നമ്മളെല്ലാവരും, ഇത് കേരളത്തിൽ മാത്രമുള്ള ഉദാഹരണം, അത്രയും എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ പ്രളയത്തിന്റെ അവസ്ഥയിലും സാഹോദര്യമോ സമത്വവും എല്ലാം സ്നേഹവും എല്ലാം നിലനിന്നിരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഒരുമയോടെ നിൽക്കാൻ സാധിച്ചത്. അതുപോലെ ഈ ഒരു നവസമവാക്യം കൈക്കൊള്ളുന്നത് നമ്മളെ സംബന്ധിച്ച് അത്ര വിദൂരമൊന്നുമല്ല. നമുക്ക് ഒരു COVID-19 എന്ന വൈറസിന് ഇത്രയും പെട്ടെന്ന് വ്യാപകമാകുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മളിലുള്ള ഈ സൽഗുണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടും നമ്മുടെ ആത്മീയതയും മുറുകെ പിടിച്ചുകൊണ്ടും നമുക്കൊരു നവ ആത്മീയതയിലേക്കും നവ സമവാക്യത്തിലേക്കും മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും സാധ്യമാണ്. നാം ഒരിക്കലും എവിടെയും വിശ്രമിക്കേണ്ടവരല്ല, നമ്മൾ യാത്ര തുടരേണ്ടവരാണ്. ഇത്രയും പ്രതിസന്ധി എത്തിയിട്ടും അതിന് തക്കതായ ഒന്നിനെയും എല്ലാത്തിനെയും ചേർത്ത് നിന്നുകൊണ്ട് ഒന്നിനും ഉറച്ചു നിൽക്കാതെ നമ്മൾ ഇതിൽ കൂടിയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ വെല്ലുവിളികളിൽ നിന്നെല്ലാം നമ്മൾ ഒളിച്ചോടുന്നതിന് പകരം ഈ വെല്ലുവിളിയെല്ലാം ഉചിതമായ രീതിയിൽ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയ രീതിയിലെങ്കിലും നമ്മൾ അതിനെ അവസരപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു സർവീസ് ആകട്ടെ, എല്ലാം നമ്മുടെ ആരാധനയാകട്ടെ, യൂട്യൂബിലൂടെ ആണെങ്കിലും ഒരുമിച്ച് കൂടുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒളിച്ചോടി പോകുന്നവരല്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ അതിനെ എങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ വിശ്രമിക്കേണ്ടവരല്ല, ഇനിയും യാത്ര തുടരേണ്ടവരാണ്. അതുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശത്തോടും നവദൗത്യത്തോടും കൂടെ നമുക്ക് സ്നേഹം, സമത്വം, സാർവത്രിക സാഹോദര്യത്വം എന്നിവയെല്ലാം ഉൾക്കൊണ്ട് നവ ആത്മീയതയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനൊരു അവസരം ഈ യുവജന ഞായറാഴ്ചയിൽ തന്ന അച്ഛനോടും കമ്മിറ്റി മെമ്പേഴ്സിനോടും യുവജന ഭാരവാഹികളോടുമുള്ള നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Stop and say
കർത്താവേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം തിരുനാമം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പൂർണ്ണമാകണമേ. ഞങ്ങളുടെ ആശീർവാദം തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ പെടുത്താതെ ദുഷ്ടനിൽ ഇരിക്കണമേ. രാജകീയവും മഹത്വവും എന്നേക്കും ആമേൻ. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും ഞങ്ങൾ വരുന്നത് നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ടും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും സാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിൽ തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ ദാസരായ ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിൽ നിന്റെ കൽപ്പന ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് വിശുദ്ധമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവശക്തനുമായ ജീവിതത്തിലെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ആവശ്യമായ ദൂരം നൽകി യുവാക്കൾക്കും സഭയിലെ മറ്റെല്ലാവർക്കും പ്രയോജനമുള്ള ദൂരം നൽകിയ പ്രിയ സാധുനേശ്വരത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി വരാൻ സമയം പറഞ്ഞുള്ള എന്നാലും ഇപ്പോൾ പ്രത്യേകം നന്ദി അറിയിക്കും. ഈ ആഴ്ചയിൽ മുമ്പായിട്ട് ചില നോട്ടീസുകൾ പറയട്ടെ. നമ്മുടെ ഇലക്ഷൻ അടുത്തിരിക്കുകയാണല്ലോ. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു. നാളെ വൈകുന്നേരം വരെ പിൻവലിക്കാനുള്ള സമയമുണ്ട്. 6-ാം തീയതി വൈകുന്നേരം 5 മണി വരെ പിൻവലിക്കാനുള്ള സമയമുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ സഭയുടെ ആയിട്ട് ഒരു ഫോൺ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സിം വാങ്ങിച്ച് അത് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ നമ്പർ ഇതാണ്: 82 810 98 595. 82 810 98 595. BSNL സിമ്മാണ്. വാട്സാപ്പ് ആവശ്യമുള്ളവർ ഏൽക്കണം. ലഭിച്ച ആളുകളുടെ പേരുകൾ വാട്സാപ്പിലൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ലഭിക്കാത്തവർ ഓരോ ഭവനത്തിലും ഓരോ ആൾക്ക് വീതം, എല്ലാവരും കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. വാട്സാപ്പ് നമ്പർ തന്നാൽ അതിലൂടെ സഭയുടെ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള വാട്സാപ്പാണ് എന്നുള്ള കാര്യവും പ്രത്യേകം അറിയിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 6/9/20 5 മണി വരെയാണ് സമയം. വിവാഹ സ്തോത്രം ആചരിക്കുന്ന ആള് ശ്രീ MJ ജോസഫ്, ശ്രീമതി മറിയമ്മ ജോസഫ്, മോഡയിൽ 3/9/1979. പിറന്നാൾ സ്തോത്രം ആചരിക്കുന്നവർ വിജയ് ചെറിയാൻ ഈപ്പൻ, മോഡയിൽ ഷിജു ജെയിംസ്, ഇല്ലിക്കൽ, റൊവേന മറ്റത്തിൽ, അനിൽ കൽവേരി പറമ്പിൽ എന്നിവരാണ്. ഇവരെയും പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Yes,
ആദ്യ ആഴ്ചയിൽ വിവാഹ ദിവസം കാണുന്ന പ്രിയ മക്കളെ കുടുംബാവോർത്ത് പ്രാർത്ഥിക്കുന്നു. ആയുസ്സിൽ ഒരു കുടുംബജീവിതം നൽകി കർത്താവ് ആയുസ്സിൽ ഒരു വിവാഹ ദിവസം കൂടെ കാണുവാനും എന്നെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും നൽകിയപ്പോഴുള്ള ഓർത്ത് സ്തുതിക്കുന്നു. തുടർന്നുള്ള ജീവിതയാത്രയിൽ കൂടെ ഇരിക്കണമേ. സൗഖ്യവും സമാധാനവും ആവശ്യമെല്ലാം ദൈവകൃപയിൽ നിന്റെ മക്കൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ആഴ്ചയിൽ ഇങ്ങനെ പിറന്നാൾ ആചരിക്കുന്ന പ്രിയ മക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജോയ് ചെറിയാനെയും സിജു ജെയിംസിനെയും പ്രോവാനെയും അനിൽ പ്രത്യേകം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളുടെ ജീവിതത്തിൽ ആയുസ്സിലെ കർത്താവെ ഒരു വർഷം കൂടെ നീ കൂട്ടിത്തന്നു. ജീവിച്ചിരുന്നു നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും കൃപ തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ അവരുടെ ആവശ്യത്തിനൊത്തോണം നീ അവരെ അനുഗ്രഹിക്കണമേ. പൈതങ്ങളെ അനുഗ്രഹിച്ച ദൈവം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവർ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുതിയ വർഷം അനുഗ്രഹത്തിന്റെ സമ്പത്സരമായി തീരട്ടെ. ആവശ്യമായ ദൈവകൃപയും ജ്ഞാനവും വിവേകവും നിന്റെ മക്കൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊറോണയുടെ അവസരത്തിൽ ദോഷമായി ഒന്നും വരാതെ നിന്റെ രക്തത്താൽ മുദ്രയിട്ട് മക്കളെ സൂക്ഷിക്കണമേ. അവിടെ നൽകിയ എല്ലാ അനുഗ്രഹത്തിന് വേണ്ടി സ്തോത്രക്കാരനെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മീയ ദൈവത്തിന്റെ അനുഗ്രഹം പ്രിയ മക്കളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. കീർത്തനം 276. സെപ്റ്റംബർ ആദ്യ ഞായർ പതിവ് പോലെ ഈ വർഷവും യുവജന ഞായറായി ആചരിക്കുവാൻ ദൈവം അവസരത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
തങ്ങളുടെ യൗവനം തുച്ഛീകരിച്ചു പോകാതെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ അവരെ സഹായിക്കേണ്ടതിനായി നമുക്ക് ആത്മത്തോടെ പ്രാർത്ഥിക്കാം. യുവജനക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഏജൻസികളിൽ സന്നദ്ധ സംഘടനകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന യുവജനങ്ങളുടെ മോചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാലോക യുവജന പ്രസ്ഥാനത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിലെ യുവജന പ്രസ്ഥാനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക ഇന്നത്തെ ആരാധനയിൽ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ യുവജനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കാം. ആലയ നിർമ്മാണത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനെ കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സഭാജനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികളെ, തൊഴിലന്വേഷിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഇന്നത്തെ കോവിഡ് സാഹചര്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സന്നദ്ധ പ്രവർത്തകർ, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, നിയമപാലകർ, ഭരണകർത്താക്കൾ, അവരുടെ സേവനങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കോവിഡ് പോസിറ്റീവായി ആശുപത്രിയിൽ കഴിയുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ടവർ, ക്ലേശപൂർണമായ ജീവിത സാഹചര്യങ്ങൾ നയിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരുടെ പൂർണ്ണ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷവായു പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. സ്നേഹായ ദൈവമേ, സ്വർഗപിതാവേ, ഇന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ദൈവമേ, ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആലയങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ആരാധിക്കാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിൽ യുവജന ഞായറായി കൊണ്ടാടുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ലോകമെങ്ങുമുള്ള യുവജനങ്ങളെ അങ്ങയുടെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, എല്ലാ പ്രതിസന്ധികളിലും അങ്ങയെ മുറുകെ പിടിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ, സഹായിക്കുമാറാകണമേ കർത്താവേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിയുന്ന എല്ലാ യുവജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മോചനത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മഹാലോക യുവജന പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ യുവജന പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധനയിൽ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ എല്ലാ യുവജനങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സന്ദർശനം നൽകിയ മകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം കൂടിയിരിക്കുമാറാകണമേ. ഞങ്ങളുടെ സഭ്യവസരത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയ നിർമ്മാണത്തിന് എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. പിന്നെ ദൈവത്താലൊന്നും അസാധ്യമല്ല എന്ന് ഞങ്ങൾ ഓർക്കുന്നു. അച്ഛനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ സംഘടനകളെല്ലാം കർത്താവിന്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടിയിരുന്ന വഴി നടത്തുമാറാകണമേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരം കൂടിയിരിക്കുമാറാകണമേ കർത്താവേ. ദൈവം, ഞങ്ങളുടെ സഭയിലെ എല്ലാ വിദ്യാർത്ഥികളെയും, കുഞ്ഞുമക്കളെയും, പ്രായമായവരെയും, രോഗികളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവം, അങ്ങയുടെ സാന്നിധ്യത്തെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കോവിഡിന്റെ ഈ സാഹചര്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റം ആവശ്യമാണ് കർത്താവേ. അനേകർ രോഗികളായിരിക്കുന്നു, അനേകം മരണപ്പെടുന്നുവല്ലോ ദൈവമേ. പൂർണ്ണമായിട്ട് വിടുതലിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് അങ്ങ് സഹായിക്കണമേ കർത്താവേ. ഈ അവസരത്തിൽ കോവിഡ് പോസിറ്റീവ് ആശുപത്രിയിൽ കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പെട്ടെന്നുള്ളൊരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ക്ലേശപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട് കർത്താവേ. ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ സാന്നിധ്യം കൂടിയിരിക്കുമാറാകണമേ. എല്ലാ പ്രതിസന്ധിയിലും അങ്ങേ മുറുകെ പിടിക്കുവാനായിട്ട് അതിനുള്ള ആത്മബലം, മനോധൈര്യം ഞങ്ങൾക്ക് തരുമാറാകണമേ കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ദൈവമാകിയ നന്ദി പറയുന്നു. ശുദ്ധിച്ച ഞങ്ങളുടെ കൂടിയിരിക്കുമാറാകണമേ, വഴി നടത്തുമാറാകണമേ. യേശുനാമം തന്നെ ആമേൻ. നാം ഇതുവരെയും അനുഭവിച്ച എല്ലാ വഴിയും ദൈവത്തിൻ്റെ കരുതലിൽ കാവലും ഓർത്തുകൊണ്ടും ഈ സാഹചര്യത്തിലും നമ്മെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, ലോകത്തെ
കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവിടെ മധ്യത്തിൽ വരികയും അവിടെ അപേക്ഷകൾ പ്രകാരം നൽകുകയും ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവമേ, ഇപ്പോൾ നിന്റെ ആയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരം വരുത്തുവാൻ തക്കവണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും അലോകത്തിൽ നിത്യജീവനവും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ആശീർവാദത്തിനായി നമ്മുടെ കരങ്ങൾ അടക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മോട് കൃപയുള്ളവരാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മെല്ലാവരോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോവിഡ്-19 സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ആരാധന നടത്തുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരാധനാ ഭവനങ്ങളിൽ നിന്ന് കേൾക്കുകയും ആസ്വദിക്കുകയും പ്രാർത്ഥനയിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താമസിയാതെ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യം ദൈവം തരേണ്ടത് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ലോകം ഈ ദിവസങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവകൃപയാൽ ഇടുക്കിയിലെ വളരെ കുറവാണെന്ന് നമുക്ക് പറയാം. കുറവല്ല, എന്നാലും അവിടെ നമ്മുടെ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് നിഗളിക്കാനില്ല. നാം ഇനിയും ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട്. വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടെ കണ്ടുപോയി. ഇന്നത്തെ വിഷയം അതിനെക്കുറിച്ചായിരുന്നു. മാസ്ക് വയ്ക്കുന്നത്, ഡിസ്റ്റൻസ് പാലിക്കുന്നത്, മാക്സിമം പുറത്തു പോകാതിരിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും അത് തക്കതായ ഇന്ന് ആനുകാലികമായി ഈ കാലങ്ങളിൽ തക്കതായ ഒരു മെസ്സേജാണ് നമുക്ക് ലഭിച്ചത്. അത് വളരെ ധൈര്യത്തോട് നടത്തിയ പ്രിയ മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് യൂത്ത് സൺഡേ ആചരിക്കുമ്പോൾ അതിലെ പങ്കാളികളായ യുവജനങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. 1-ാം പാഠം വായിച്ച റിച്ച് എബ്രഹാം ഷെറിയെ, സങ്കീർത്തനം വായിച്ച തേഫ സാറ ഷെറിയെയും, 2-ാം പാഠം വായിച്ച സെറിൻ കെ ജോസ് പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ്, പ്രത്യേകം ഓർക്കുന്നു. പ്രസംഗം നടത്തിയ ഷാരോൺ ഗലിസിൽ റോയിക്കും, അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന അനുപ ജാക്കബ് തക്കതായ കാര്യങ്ങൾ വിഷയത്തെ ചൊല്ലി നല്ലൊരു പ്രാർത്ഥന നടത്തി. പ്രിയ മകൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ കോവിഡ്-19 ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല. എന്നാൽ തുടർന്നുള്ള നാളുകളിൽ നിങ്ങളുടെ പ്രസൻസും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്നും ഈ സാഹചര്യത്തിൽ നമുക്ക് വീഡിയോയ്ക്ക് സഹായിച്ച സോഫിയ ഓർത്ത് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. സോഫിയാണ് നമ്മുടെ സഭയ്ക്കുള്ള വാട്സാപ്പ് ഇത് ചെയ്തു തന്നത് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. എന്നാൽ അഡ്മിൻ്റെ സ്ഥാനത്ത് നിന്നും സോഫി ഉടനെ മാറുന്നതായിരിക്കും. ഞാൻ മാത്രമാണ് ഇപ്പോഴത്തെ അഡ്മിൻ എന്നുള്ള കാര്യവും ഇനി പുതിയ കമ്മിറ്റികളുടെ സമയമായതുകൊണ്ട് പുതിയ ആളുകൾ വരുമ്പോൾ അതിൽ അഡ്മിന്മാരായി മാറും എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഇത് എല്ലാവരും സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പ്രത്യേകം അറിയിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ വീടുകളിൽ വന്ന് അറിയിക്കാനോ പള്ളിയിൽ നോട്ടീസ് ചെയ്യാനോ അറിഞ്ഞാൽ കൂടെ എല്ലാവർക്കും ഈ പ്രാർത്ഥന എല്ലാവർക്കും കേൾക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇത് അറിയാൻ സാധിക്കും. ഈ ഒരു മാർഗമേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കും. ഇന്ന് നമുക്ക് ഈ ആരാധനയിൽ ഉയരങ്ങളായി പങ്കെടുത്ത കോർണിസിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവളെ റോയിസാമി കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കപ്പേജ് മൈക്ക് സെക്യൂരിറ്റി നമുക്ക് സഹായിച്ച സഹോദരൻ വന്നിരിക്കുന്ന ഐസിനുണ്ട്. എല്ലാവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് കീർത്തനം 283 കീർത്തനം 283. കർത്താവേ, ഞങ്ങൾക്ക് മഹായിടവായ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഞായറാഴ്ചയായി ആചരിക്കുവാൻ ഈ കൃപ തന്നതിനാൽ നമ്മയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയും കർത്താവെ യുവജനങ്ങളായി ഇവിടെ കടന്നു വന്ന ഈ ആരാധനയിൽ സഹകരിച്ച പ്രിയമക്കളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. വചനം വായിച്ച പ്രിയമക്കള്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ പ്രിയമകള്, വചനം നൽകി തന്ന മകള് കർത്താവെ പ്രത്യേകം ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഈ ഭൂമിയിൽ കർത്താവെ ഞങ്ങൾ ബാബേൽ ഗോപുരം പണിയുന്നവരായിട്ടല്ല, സ്വർഗീയ ഭവനം പണിയാൻ തക്കവണ്ണം സ്നേഹവും ഐക്യവും
രാജ്യത്തിൻ്റെ ഉൾക്കൊണ്ടയും കാത്തു സൂക്ഷിക്കുവാൻ യുവജനങ്ങളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ സഭയിലെ ജനങ്ങൾക്ക്, സമൂഹത്തിലെ ജനങ്ങൾ നീ സഹായിക്കണമേ. അതുപോലെ കർത്താവേ, ഇന്ന് ശുശ്രൂഷയിൽ വന്നു എല്ലാവിധമായ സഹായങ്ങൾ ചെയ്ത് പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ഭവനങ്ങളിൽ നിന്ന് കേട്ട് ആസ്വദിക്കുന്ന മക്കളും അവിടുത്തെ കൃപാനുഭവിപ്പാൻ സഹായിക്കണമേ. അതിലൂടെ നിന്റെ നാമമഹത്വെടുക്കട്ടെ കർത്താവേ. കർത്താവേ, ഒരു പുതിയ നവലോകത്തിന് വേണ്ടി, ഒരു പുതിയ അനുഭവത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ നീ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളോട് ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം. ആമേൻ. thank you